പുതിയ പ്രതിസന്ധികൾ ലോകമെമ്പാടുമുള്ള വിപണികളെയും രാജ്യങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്നതിന്റെ നിർണായക വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങൾക്ക് പിന്നാലെ ആഗോള സാമ്പത്തിക ആഘാതങ്ങൾ നേരിടാൻ വിവിധ രാജ്യങ്ങൾ മുൻകരുതലുകൾ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിലവിലുള്ള ലോകബാങ്ക് പദ്ധതികളിൽ നിന്ന് അടിയന്തരമായി ധനസഹായം ലഭ്യമാകാൻ കഴിയുന്ന പ്രതിസന്ധി പരിഹാര സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനായി 27 രാജ്യങ്ങൾ ഇതിനകം നീക്കം തുടങ്ങിയതായാണ് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് കണ്ടെത്തിയ ആഭ്യന്തര രേഖകൾ വ്യക്തമാക്കുന്നത്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വലിയൊരു സാമ്പത്തിക സുരക്ഷിതമാണ് ലോകബാങ്ക് വിഭാവനം ചെയ്യുന്നത്. അടിയന്തര സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ മുൻകൂട്ടി തയ്യാറാക്കിയ ഇത്തരം ധനസഹായ സംവിധാനങ്ങൾ നിലവിലുള്ള 101 രാജ്യങ്ങളിൽ നിന്നാണ് 27 രാജ്യങ്ങൾ ഇപ്പോൾ ഇതിനായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ 54 രാജ്യങ്ങൾ റാപ്പിഡ് റെസ്പോൺസ് ഓപ്ഷനിൽ ഒപ്പുവെച്ചിട്ടുണ്ടെന്നാണ് സൂചന. ഇത് പ്രകാരം രാജ്യങ്ങൾക്ക് തങ്ങൾക്ക് ഇതുവരെ വിതരണം ചെയ്യപ്പെടാത്ത ധനസഹായത്തിന്റെ 10% വരെ അടിയന്തര ആവശ്യങ്ങൾക്കായി വേഗത്തിൽ ഉപയോഗിക്കാൻ അനുമതി ലഭിക്കും. സംഘർഷങ്ങളെ തുടർന്ന് ആഗോള ഊർജ്ജ വിപണിയിലുണ്ടായ തടസ്സങ്ങളും വിതരണ ശൃംഖലയിലെ പ്രതിസന്ധികളും വികസ്വര രാജ്യങ്ങളിലേക്കുള്ള സുപ്രധാന വളം കയറ്റുമതിയെ പോലും ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. ഇന്ധനവില കുതിച്ചുയർന്ന സാഹചര്യത്തിൽ ആഫ്രിക്കൻ രാജ്യമായ കെനിയയും ഒപ്പം ഇറാഖും തങ്ങളുടെ വരുമാനത്തിലുണ്ടായ ഇടിവ് നികത്തുന്നതിനായി ലോകബാങ്കിൽ നിന്ന് ദ്രുത സാമ്പത്തിക സഹായം തേടുന്നതിനായി അവിടുത്തെ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലോകബാങ്ക് രേഖകളിൽ സഹായം ആവശ്യപ്പെടുന്ന മറ്റു രാജ്യങ്ങളുടെ പേരുകളോ ആകെ ഫണ്ടിന്റെ അളവോ കൃത്യമായി പരാമർശിച്ചിട്ടില്ല. ഈ പ്രതിസന്ധി ടൂൾ കിറ്റ് വഴി രാജ്യങ്ങൾക്ക് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഫണ്ടിംഗ് സംവിധാനങ്ങളിലൂടെയും നിലവിലുള്ള പ്രോജക്ട് ബാലൻസുകളിലൂടെയും ഏകദേശം 20 ബില്യൺ മുതൽ 25 ബില്യൺ ഡോളർ വരെ ലഭ്യമാക്കാൻ സാധിക്കുമെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ വ്യക്തമാക്കിയിരുന്നു. 6 മാസത്തിനുള്ളിൽ പോർട്ട്ഫോളിയോയുടെ ചില ഭാഗങ്ങൾ പുനഃക്രമീകരിക്കാനും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് 100 ബില്യൺ ഡോളറിലേക്ക് എത്തിക്കാനും ബാങ്കിന് കഴിയും. അതേസമയം ഒരു ഡസനോളം രാജ്യങ്ങൾ അന്താരാഷ്ട്ര നാണയ നിധിയിൽ നിന്നും ഹ്രസ്വകാല സഹായം തേടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും നിലവിൽ വളരെ കുറച്ച് അപേക്ഷകൾ മാത്രമാണ് അവിടെ എത്തിയിട്ടുള്ളത്. മിക്ക രാജ്യങ്ങളും ഇപ്പോൾ വിപണിയിലെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. ചെലവ് ചുരുക്കൽ നടപടികൾ കർശനമായി ആവശ്യപ്പെടുന്ന IMF പദ്ധതികളേക്കാൾ നിലവിലെ സാഹചര്യത്തിൽ ലോകബാങ്ക് ഫണ്ടുകളെ ആശ്രയിക്കാനാണ് പല വികസ്വര രാജ്യങ്ങളും കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. ആഗോള വിപണിയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ സുരക്ഷിതമായി നിലനിർത്താൻ വിദേശ ഫണ്ടുകളെയും ആഭ്യന്തര കരുതൽ സംവിധാനങ്ങളെയും കൃത്യമായി കോർത്തിണക്കാനുള്ള ശ്രമത്തിലാണ് ലോകമെമ്പാടുമുള്ള ഭരണകൂടങ്ങൾ.